ബിരിയാണി സൂപ്പറാകാൻ ഈ ടിപ്സ് ഉപകാരപ്പെടും. ബിരിയാണി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നവരുണ്ട്. എന്നാൽ പലപ്പോഴും ഹോട്ടലിലെ രുചി കിട്ടുന്നില്ലെന്നും ചോറിൻ്റെ വേവ് കൂടിയെന്നും മസാല കുറഞ്ഞെന്നുമുള്ള പരാതികൾ ഉണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താവുന്നതേയുള്ളൂ. നല്ല രുചികരമായ ബിരിയാണി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട പാചക വിദ്യകളെക്കുറിച്ച് അറിയൂ. ബിരിയാണിക്ക് ബസ്മതി അരിയാണ് നല്ലത്. ഈ അരി അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വേണം വേവിക്കാൻ. അരിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കണം. അതായത് 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം വേണം. അരി വാർക്കുന്നതിന് പകരം വറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. ബിരിയാണിക്കുള്ള അരി പൂർണ്ണമായും വേവാനും പാടില്ല. 100% വേവ് വേണ്ടെന്നർത്ഥം. കൈമ അരി, ജീരകശാല അരി എന്നിവ ഉപയോഗിച്ചാണ് ബിരിയാണി എങ്കിൽ ഇത് വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. ഇത് നേരിട്ട് 2-3 വട്ടം കഴുകി തിളയ്ക്കുന്ന വെള്ളത്തിലിടാം. വെള്ളം നല്ലപോലെ തിളച്ചാൽ ഇതിൽ അല്പം ഉപ്പും എണ്ണയും ചേർത്ത ശേഷം മാത്രം അരിയിടുക. അല്പം ചെറുനാരങ്ങ നീരും ചേർക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ല വെളുത്ത നിറമുള്ള ചോറ് ലഭിക്കും. ചോറ് കട്ടിപ്പിടിക്കുകയുമില്ല. ചോറിന് ആവശ്യമായ തോതിൽ ആദ്യമേ തന്നെ വെള്ളത്തിൽ ഉപ്പിടുന്നത് ഏറെ നല്ലതാണ്. ബിരിയാണിക്ക് രുചി ലഭിക്കാൻ ഏറ്റവും നല്ലത് നെയ്യിലുണ്ടാക്കുന്നതാണ്. ഇതിനായുള്ള ചേരുവകൾ, അതായത് കശുവണ്ടിപ്പരിപ്പ് വറക്കുന്നതും മുന്തിരി വറക്കുന്നതുമെല്ലാം നെയ്യിൽ ചെയ്യുക. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേണം ബിരിയാണി ഉണ്ടാക്കാൻ. പ്രഷർ കുക്കർ ഇതിനായി ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിയുള്ള ചൂടുള്ളത് തിരഞ്ഞെടുക്കുക. ആദ്യം ഈ പാത്രത്തിൽ നെയ്യോ എണ്ണയോ പുരട്ടി വേണം അരി വേവിക്കാൻ. പ്രത്യേകിച്ചും അരി വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇത് നല്ലതാണ്. അരി വേവിക്കുമ്പോൾ ഇതിൽ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, വയനയില തുടങ്ങിയവയിട്ട് വേവിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് ബിരിയാണിക്ക് കൂടുതൽ സ്വാദും മണവും നൽകും. ഇതിനുള്ള അരി ആദ്യം ലേശം നെയ്യ് ചേർത്ത് വറുത്ത് ഇതിൽ മസാലകൾ ചേർത്ത ശേഷം വെള്ളത്തിലിട്ട് വേവിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചോറിന് നെയ്യിൻ്റെയും മസാലകളുടെയും ഗുണം ലഭിക്കും. ബിരിയാണിക്കായി മാംസം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് 2-3 മണിക്കൂർ മുൻപെങ്കിലും മസാലകളും ഒപ്പം നാരങ്ങാനീരും തൈരുമെല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇറച്ചിയും ചോറും വെവ്വേറെ വേവിച്ച ശേഷം കലർത്തി അല്പനേരം കൂടി വേവിക്കുന്നത് കൂടുതൽ രുചികരം. കുഴഞ്ഞു പോകാതിരിക്കാനും ഇത് നല്ലതാണ്. ബിരിയാണിയിൽ ലേശം പാലിൽ കുങ്കുമപ്പൂ കലർത്തി ചേർത്തിളക്കാം. ഇത് ബിരിയാണിക്ക് നല്ല നിറം നൽകും. ഇതുപോലെ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് നെയ്യിൽ ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്ത് അലങ്കരിക്കുന്നതും സ്വാദും ഭംഗിയും കൂട്ടും. സവാള പെട്ടെന്ന് നിറം മാറിക്കിട്ടാൻ 1 നുള്ളു ഉപ്പോ പഞ്ചസാരയോ ചേർത്താൽ മതിയാകും. ബിരിയാണി പാകം ചെയ്ത ശേഷം മല്ലിയിലയും നാരങ്ങ നീരും ചേർത്തിളക്കുന്നതും ഏറെ നല്ലതാണ്. ഇവ ഗുണവും മണവും വർദ്ധിപ്പിക്കും. മാംസവും അരിയും ഒരുമിച്ച് വേവിച്ച് ബിരിയാണി ഉണ്ടാക്കരുത്. ഇവ രണ്ടും വെവ്വേറെ വേവിച്ച ശേഷം മാത്രം ചേർത്തിളക്കി ദമ്മാക്കാം. രണ്ടും ചേർത്തിളക്കിയ ശേഷം അല്പനേരം ഒരുമിച്ച് കുറഞ്ഞ തീയിൽ വേവിക്കാം. എല്ലാം ചേർത്ത് ഒരുമിച്ചുണ്ടാക്കിയാൽ വേവ് പാകമാകില്ല. ചിലപ്പോൾ അരി കൂടുതൽ വെന്ത് ബിരിയാണി കൊഴിഞ്ഞു പോകും. വെള്ളത്തിൻ്റെ കണക്കും ശരിയാകില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അരിയും ഇറച്ചിയും വെവ്വേറെ വേവിക്കുക. കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.